ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പന്തകുസ്ത ഒരുക്ക പ്രാർത്ഥനയുടെ 3-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ പലപ്പോഴും നമ്മൾ വായിക്കുന്നതാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പരിശുദ്ധാത്മ അഭിഷേകങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ഒരുപാട് പ്രവാചകന്മാരിലും ന്യായാധിപന്മാരിലുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർക്ക് കിട്ടുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. പല പ്രവാചകന്മാരും പല ന്യായാധിപന്മാരും പല രാജാക്കന്മാരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്. പക്ഷേ ഒരു പ്രധാന വ്യത്യാസമുള്ളത്, പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകങ്ങൾ എല്ലാം തന്നെ ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് അവരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വലിയ ന്യായാധിപനായിരുന്നു ഗിദെയോൻ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ന്യായാധിപൻ എന്നുള്ള ദൗത്യം നിർവഹിച്ചു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണം അല്പം ദൈവദൂഷണപരമായ ജീവിതത്തിലൂടെ ആയിരുന്നു. അതിനർത്ഥം അവനിലെ പരിശുദ്ധാത്മ അഭിഷേകം എല്ലാ കാലത്തും അവനെ സഹായിച്ചില്ല, അഥവാ എല്ലാ കാലത്തും നിലനിന്നില്ല. സാവൂൾ രാജാവ് ഏറ്റവും മനോഹരമായ മറ്റൊരു ഉദാഹരണമാണ്. സാവൂളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. സാവൂളും പ്രവാചകനാണോ എന്ന് പോലും ആളുകൾ ചോദിക്കത്തക്ക വിധത്തിൽ ശക്തമായി സാവൂൾ പ്രവചിച്ചു. പക്ഷേ ആ സാവൂളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് രാജാവ് എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു. അതിനുശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. പിന്നീട് സാവൂളിന്റെ അന്ത്യവും ഭയാനകമായിരുന്നു എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലുടനീളം പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് മനുഷ്യരിലേക്ക് എഴുന്നള്ളി വരുന്നത് ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ്. അതിനുശേഷം ആത്മാവ് വിട്ടുപോകുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. കാരണം ഈശോ വ്യക്തമായ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ഒരു സഹായകനെ അവിടെ നിങ്ങൾക്ക് അയക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാ സമയത്തും നമ്മുടെ സ്വർഗത്തിലെത്തുന്നവരെ നമ്മളെ സഹായിക്കാൻ നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും. അതായത് ആത്മാവ് എല്ലാ കാര്യങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്നു. ജീവിത അവസാനം വരെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പാപമില്ലാത്ത ഒരു ജീവിത അവസാനം വരെ നയിക്കാനും ദൈവികമായ പ്രസാദപരത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കാനും നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാ അഭിഷേകം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എന്നേക്കും നിലനിൽക്കുന്ന ഈ ആത്മാവിന്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശദീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ്. അഗ്നിയും സ്നേഹവുമാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമരരാക്കണമേ. വിശുദ്ധിയോടുകൂടി ചിന്തിക്കുവാനും വിനയത്തോടുകൂടി സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കുവാനും സംശയങ്ങളെ ദൂരീകരിക്കുവാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിനോടും കൂടെ എന്നും ജീവിച്ചു വാഴുന്ന അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാവണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തിരച്ചിരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലെത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥീ, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.